السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم ഇന്നക ഹമീദും മജീദ്. തങ്ങളായ മുഹമ്മദ് റസൂൽ നേതാവായി നിന്ന് കൂറുമാറുകമാർ അബൂ ത്വാലിബിന്റെ കണ്ണിലേക്കും മുഖത്തേക്കുമുള്ള നോട്ടത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചത് എന്നതാണ്. അങ്ങനെ അബൂ ത്വാലിബ് പറഞ്ഞു, അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ ത്വാലിബ് ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. ഇനി അതിലേക്ക് കൂടുതൽ സുദീർഘമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തെ മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നതും, ഹിദായത്ത് നൽകുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുമായി ബന്ധപ്പെട്ട് കുറെ വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖിപ്പിച്ച ഒരു നിമിഷമാണ് അബൂ ത്വാലിബിന്റെ മരണം. കാരണം കുറെ കാലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച ഒരു വ്യക്തിത്വം എന്ന നിലക്ക് ആ സംരക്ഷണം ഇല്ലാതാവുന്ന ഒരു ഘട്ടമാണ്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രയാസമുണ്ടായത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. രണ്ടാമത്തത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. 3 ദുഃഖങ്ങളെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഈ യാത്ര ഒരുക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഘട്ടത്തിലാണ് ഞാൻ ഈ 3 സന്ദർഭങ്ങളെ പറയുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, ഇവിടെ അബൂ ത്വാലിബിന്റെ മരണം പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട പാഠം എന്താണ്? അബൂ ത്വാലിബിന്റെ മരണം പറയുമ്പോൾ കിട്ടേണ്ട പാഠം എന്താണ്? എത്ര നല്ല വ്യക്തിത്വങ്ങളുമായി ചേർന്നു നിൽക്കുന്നവരാണെങ്കിലും, അവരെത്ര വലിയ മഹത്തരമായ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും, ഹിദായത്ത് എന്നത് സർവശക്തനായ റബ്ബ് നൽകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊതിച്ചിട്ടും മോഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ എനിക്ക് പറഞ്ഞു നോക്കാമല്ലോ എന്ന് വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടും പറഞ്ഞിട്ടും ഇല്ല, അബൂ ത്വാലിബിന് അല്ലാഹു തആല സത്യമാർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം തുറന്നു കൊടുത്തില്ല എന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വലിയ കുടുംബത്തിലെ ആളുകളാണ്, വലിയ മഹത്തുക്കളുടെ കുടുംബങ്ങളിൽ അംഗങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ, ആ കുടുംബം കൊണ്ടോ പോരിശ കൊണ്ടോ ഒന്നും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു ഓർമ്മ ഈ വാചകത്തിൽ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കുക, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന അതിൻ്റെ ബേസിക്കലായ ആ ഇസ്ലാമികമായ പാഠത്തെ നമ്മൾ ഉൾക്കൊള്ളണം. 2, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വളരെ വലിയ പ്രമാണികളും കച്ചവടക്കാരും വ്യാപാര രംഗത്തെ ഉന്നതന്മാരും താമസിക്കുന്ന ഏരിയയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ താമസം. ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നു. പലരും ഖദീജയെ പരിഹസിക്കുന്നു. ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരാളെയാണോ താങ്കൾ കല്യാണം കഴിച്ചത് എന്ന
കച്ചവട രംഗത്ത് അറിയപ്പെട്ട ഒരു മഹദി തെരഞ്ഞെടുത്തത് ഇങ്ങനെയുള്ള ഒരാളെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രംഗങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയതുപോലെ ഇറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചു വിറച്ച് ഓടി വരുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വിഷയം ആ രൂപത്തിലേക്ക് അങ്ങോട്ട് വഴിമാറും. പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ സമയത്ത് മഹദി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്ന രംഗമുണ്ട്. അവിടുത്തെ തല തന്റെ മടിയിൽ വെച്ചുകൊണ്ട് മുടികൾക്കിടയിലൂടെ കൈയോടിച്ചുകൊണ്ട്, ഭയപ്പെടണ്ട, പേടിക്കണ്ട, നിങ്ങൾ മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കുന്ന ഒരാളാണ് തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അന്ന് നബിയായി വന്നതാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ ആശ്വസിപ്പിക്കുന്ന വല്ലാത്ത സന്ദർഭമുണ്ട്. കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് നമുക്ക് പോകാം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. ഇവിടെയും നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഈ ബറാമി പള്ളിയിൽ ഇന്ന് ഈ സമയത്തിരിക്കുന്നതിൽ ഭൂരിഭാഗവും യുവാക്കളാണ്, കുട്ടികളുമുണ്ട്, വിവാഹിതരായ കുറെ ചെറുപ്പക്കാരുണ്ട്, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഈ പള്ളിയിലുണ്ട്. ഇത് കേൾക്കുന്ന സദസ്സിൽ അവരുടെ ഭാര്യമാരുണ്ടാകും. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ പെരുമാറ്റ രീതി എന്താണ് എന്ന് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് ഒറ്റവാക്കിൽ പറയുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അനുജത്തി നടന്നു വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ നിന്ന് ആയിഷ ബീവി ഇങ്ങനെ തള്ളി മാറ്റി എണീറ്റിട്ട്, എന്റെ ഖദീജ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വാരി പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയിഷ ബീവി ചോദിച്ചത്രേ, നിങ്ങളുടെ ഭാര്യ ഖദീജ വരികയോ, എത്രയോ മുമ്പ് മരിച്ചുപോയ ഖദീജ വരികയോ എന്ന് പറഞ്ഞാൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അനുജത്തി വരുന്നത് കണ്ട് എന്റെ ഖദീജയാണോ എന്ന് തോന്നിപ്പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഇഷ്ടമായിരുന്നു ഖദീജയോട് എന്ന് ആ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ കാണാം. അതെങ്ങനെയാ ഇപ്പൊ മനസ്സിലായത്? അതെന്തെങ്കിലും ഉണ്ടാവാം, നടത്തത്തിലോ അല്ലെങ്കിൽ ആ ഒരുപോലെ തോന്നിയിട്ടുണ്ടാവാം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അനുജത്തി വരുന്ന ഘട്ടത്തിൽ വരെ എന്റെ ഖദീജ വരുന്നു എന്ന് പറഞ്ഞ സന്ദർഭമുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. ഈ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഇതാണ് രണ്ടാമത്തെ സന്ദർഭം. 3, അവിടെ ഞാൻ ഇതിന്റെ ഗുണപാഠങ്ങളൊക്കെ നമുക്കറിയാം. കുടുംബജീവിതം എങ്ങനെയാകണം, എത്രത്തോളം മനോഹരമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള ജീവിതം എത്രത്തോളം ആ ഇഷ്ടത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത് എന്നൊക്കെ. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമ്പോൾ ത്വായിഫിന്റെ മണ്ണിലേക്ക് തൻ്റെ ഉമ്മയുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ളൊരു യാത്രയുണ്ട്. ആ തായിഫിന്റെ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെയല്ല, കുട്ടികളും മറ്റുള്ളവരും ചേർന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വടികളും കയറുകളും കല്ലുകളും ഒക്കെ എടുത്ത് ആട്ടിയോടിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ. ആ രംഗം ആലോചിച്ച് നോക്ക് നിങ്ങൾ. അബൂ ത്വാലിബ് മരിച്ചു, ഖദീജ ബി മരിക്കുക, ത്വായിഫിൽ തന്റെ ബന്ധുക്കളുണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ളൊരു യാത്ര. അതും ഒരു പ്രവാചകൻ, അള്ള തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, മനുഷ്യ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലാണ് ചെല്ലുന്നത്, ഒരു സാധാരണ മനുഷ്യനല്ല. അള്ളാന്റെ റസൂലാണ് ചെല്ലുന്നത് ആ ത്വായിഫിന്റെ മണ്ണിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല. പക്ഷെ നമ്മെ പോലെ സാധാരണ മനുഷ്യനല്ലല്ലോ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോ അവിടുന്ന് വടികൊണ്ടും കയറുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ പ്രവാചകനെ എറിഞ്ഞ് ആട്ടിയോടിച്ച് കാലിൽ നിന്ന് ചോരയൊലിച്ച് ഒരു മലഞ്ചെരുവിൽ ഓടി വന്ന് കിതച്ചിരിക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ.
മലയുടെ ഡ്യൂട്ടിയുള്ള മലക്ക് വന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ത്വായിഫിലെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് അനുവാദമുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് എന്താ? അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, ഈ ഖൗമിന് വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് റബ്ബേ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, അവർ ശരിയായിക്കോളും എന്ന് ആഗ്രഹിച്ചു. നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ടും ഇനി സുദീർഘമായി പോവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 3 ദുഃഖകരമായ സന്ദർഭത്തിലാണ് അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജിന്റെ യാത്ര ഒരുക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നൊക്കെ ചർച്ച ചെയ്ത ഗ്രന്ഥങ്ങൾ കാണാം. ഹിജറക്ക് 1 വർഷം മുമ്പാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് കാണാം. ഇഖ്തലഫൽ ഉലമാ, ഉലമാക്കൾ അതിൻ്റെ ഡേറ്റിലും സമയത്തിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരുണ്ട്. ഏതായാലും ഹിജറക്ക് മുമ്പാണ് ഈ യാത്ര അള്ളാഹു ഒരുക്കുന്നത്. ഇവിടെ ഈ യാത്ര അല്ലെങ്കിൽ ഈ ഒറ്റ രാത്രിയിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശത്തിന്റെ മേലാപ്പിലേക്കുമുള്ള യാത്ര എവിടെ വരെ പോയി എന്ന് നമുക്ക് പറയാം, ഹദീസിൽ വെച്ച് പറയാം. അപ്പോ ആ ഒരൊറ്റ രാത്രി കൊണ്ട് ആ യാത്ര പൂർത്തീകരിച്ച് തിരിച്ചു വരുന്നു. ഒറ്റ യാത്ര കൊണ്ട് തിരിച്ചു വരുന്നു. സഹോദരങ്ങളെ, അത് ഒരു ആശ്ചര്യമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത് ഈ യാത്ര അത്ഭുതകരമായ യാത്രയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന സ്ഥലത്തും ഹദീസുകളെ വിശദീകരിക്കുന്ന സ്ഥലത്തുമൊക്കെ ചില മനുഷ്യർ ഇതൊരു സ്വപ്നയാത്രയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച സ്ഥലത്ത് കാണാം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാന എന്ന് പ്രയോഗിച്ചു അല്ലാഹ്. തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം. ഇതൊരു ആശ്ചര്യമായി അല്ലാഹു തആല ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വപ്നയാത്രയാണെങ്കിൽ എന്തിനാണ് അങ്ങനെ സുബ്ഹാനല്ലദീ എന്ന പ്രയോഗം നടത്തിയത് എന്നാണ് മുഫസ്സിറുകൾ ചോദിച്ചത്. ഒരാശ്ചര്യമായ യാത്രയായി, ഒരു സ്വപ്നയാത്രയാണെങ്കിൽ ഇത് അത്ഭുതപ്പെടാൻ എന്താണ്? നമ്മളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യന്മാരാ. നമ്മളത് എന്തൊക്കെ സ്വപ്നത്തിൽ കാണാറുണ്ട്, എത്ര പെട്ടെന്ന് പല സ്ഥലത്തും പോയി വരാറുണ്ട്. പിന്നെ അതിൽ ഇത്ര അത്ഭുതത്തോടു കൂടി അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പറയാൻ മാത്രം ഒരു സ്വപ്നമാണെങ്കിൽ പിന്നെ എന്താണ് അതിൽ അത്ഭുതപ്പെടാനുള്ളത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച സ്ഥലത്ത് ചോദിച്ചത്. മാത്രമല്ല, അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ടുള്ള യാത്രയാണ്. സ്വപ്നമാണെങ്കിൽ ആ അർത്ഥത്തിൽ പ്രയോഗം നടത്തുകയില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ച സ്ഥലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ നിന്ന് എന്നല്ല, മറിച്ച് അതൊരു പ്രയോഗമാണ്, വീട്ടിൽ നിന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നല്ല. അപ്പോ അഖ്സ എന്ന പ്രയോഗം തന്നെ അങ്ങേ അറ്റമാണ്. അതിന്റെ ദൂരത്തെ, ആശ്ചര്യപ്പെടുത്തുന്ന ദൂരത്തെയാണ് കാണിക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, പിന്നീട് അവിടുന്ന് ആകാശമേലാപ്പിലേക്കുള്ള യാത്ര, ഇത് ഒരൊറ്റ രാത്രി കൊണ്ട്, ഇവിടെ പ്രയോഗിച്ച വാക്ക് തന്നെ അങ്ങനെയല്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഒറ്റ രാത്രി കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് അത്ഭുതം. അത് പറഞ്ഞിട്ട് ഈ യാത്ര പറഞ്ഞ് ആളുകൾക്കിടയിൽ ഇത് വിവരമറിയുമ്പോ ആരിതിനെ വിശ്വസിക്കും, ആരിതിനെ ഉൾക്കൊള്ളും എന്നത് ഒരു പരീക്ഷണം കൂടിയാണ്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന നാമത്തിന് നാമകരണത്തിന് കാരണമാകാൻ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നാം വായിക്കുന്നത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല. ഞാനത് വിശ്വസിച്ചു. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയ്യ് പ്രകാരമാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കുക. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് പിന്നെ കൊണ്ടുവരുന്ന ആയത്ത് ഏതാ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. എന്തിനാണ് അവിടെ കൊണ്ടുവരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം നമ്മളോട് ദീനീപരമായി എന്തൊരു വിഷയം നമ്മളോട് സംസാരിക്കുമ്പോഴും അത് വഹയ്യ് പ്രകാരമാണ് സംസാരിക്കുക, വഹയിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നിഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല എന്ന് ഈ ആയത്തിനെ കൂടി ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ഡിത ലോകം വിശദീകരിക്കുന്നത്. ഞാൻ ആ മേഖലയിലേക്ക് ദീർഘമായി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവത്തെ വിശദീകരിക്കുന്നത് ഹദീസിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സംഭവത്തെ വിശദീകരിച്ച് പറയുന്ന ഭാഗത്ത് കാണാം, 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിടത്തെ ശഖ്ഖ സദ്റഹു, പ്രവാചകന്റെ നെഞ്ചിടത്തെ പിളർത്തുകയും ശുദ്ധീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് 2 തവണ. പണ്ഡിതന്മാർ പറയുന്നു, ഒന്ന് ഹലീമ എന്ന് പറയുന്ന ഹലീമ ബീവിയുടെ അടുക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഹലീമ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. 2ാമത്തെ സന്ദർഭം ഇസ്രാഇന്റെ തൊട്ട് മുമ്പാണ്. ഇസ്രാ മിഅ്റാജ് സംഭവം നടക്കുന്നതിന്റെ, ആ യാത്ര പോകുന്നതിന്റെ തൊട്ട് മുമ്പാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ വന്നുകൊണ്ട് നെഞ്ചിടം പിളർത്തി ചില ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയാണ്. ഇവിടെ ഈ പ്രയോഗത്തിൽ തന്നെ കാണാം, വസ്തഖറജ ഖൽബി, എൻ്റെ കൽബിൽ നിന്ന് കേട്ടോ അത് പുറത്തെടുത്തു എന്ന് വരെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് പുറത്തെടുത്തു, ചില ശുദ്ധീകരണ പ്രവർത്തനം നടത്തി എന്നുവരെ പ്രയോഗിച്ച റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഏതായാലും 2 തവണ ആ അർത്ഥത്തിലുള്ള എന്തോ എടുത്തു മാറ്റുകയും അതിനെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തു എന്ന പ്രയോഗം 2 തവണ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇനി എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്ര പോകുന്നത്? ഈ യാത്ര പുറപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ അത് വിശദീകരിച്ച സ്ഥലത്ത് കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉതീതു ബിൽ ബുറാഖ്. ബുറാഖ് എന്നാണ്, വഹുവ ദാബത്തുൻ, അതൊരു മൃഗമാണ്. ആ ബുറാഖ് എന്നതൊരു മൃഗമാണ്. ആ മൃഗത്തിന്റെ അതൊരു രൂപം പറഞ്ഞിട്ടുള്ളത് അബിയദുൻ, നല്ല വെളുത്തൊരു മൃഗമാണ്. അതൊരു വലിപ്പത്തെ കുറിച്ച് പറയുന്ന ഫൗക്കൽ ഹിമാർ, ഒരു ഹിമാറിനേക്കാൾ മുകളിലാണ്. അങ്ങനെയുള്ളൊരു വെളുത്ത ഒരു ദാബത്താണ്, മൃഗമാണ് ഈ ബുറാഖ് എന്ന് പറഞ്ഞാൽ. അതിന്റെ കണ്ണിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ കാഴ്ച എവിടെ എത്തുമോ, എത്രത്തോളം ദൂരത്തേക്ക് അതിന്റെ കാഴ്ച എത്തുമോ അത്രത്തോളമാണ് അതിന്റെ ഓരോ സ്റ്റെപ്പും നീങ്ങുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്ങനെ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണില്ലേ? അതായത് അതിന്റെ കണ്ണ് എവിടെ വരെ എത്തുമോ അത്രത്തോളമാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുക. ഒരു കാലെടുത്ത് വക്കൽ കണ്ണ് എവിടെ വരെ എത്തുമോ അത്രത്തോളമായിരിക്കും. നമുക്ക് എത്ര ദൂരത്തേക്ക് നോക്കാൻ പറ്റുമോ അത്ര ദൂരത്തേക്ക് നമ്മുടെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ളൊരു വെളുത്ത ഹിമാറിനേക്കാൾ മുകളിൽ നിൽക്കുന്ന, വലിപ്പം കൊണ്ട് മുകളിൽ നിൽക്കുന്ന വെളുവെളുത്ത ബുറാഖ് എന്ന് പേരിട്ടിട്ടുള്ളൊരു മൃഗത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല ഈ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തിയാൽ അവിടെ വെച്ച് എല്ലാ പ്രവാചകന്മാരെയും ചേർത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നേതൃത്വം നൽകി ഒരു നമസ്കാരം നിർവഹിച്ചു എന്ന് കാണാം. അപ്പൊ പ്രവാചകന്മാർ ഒന്നിച്ച്
അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ കവാടത്തിലെത്തുമ്പോഴും കാണുന്ന പ്രവാചകന്മാരുണ്ട്, അവിടെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് പ്രവാചകന്മാരെ ചേർത്തുകൊണ്ടുള്ളൊരു നമസ്കാരം നിർവഹിച്ചു എന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ആകാശമേലാപ്പിലേക്ക് ഇതേ വാഹനത്തിൽ യാത്ര ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ പോവുകയാണ്. ഞാൻ ഈ സന്ദർഭങ്ങൾ വായിച്ചു വരുന്ന ഘട്ടത്തിൽ ഒരു സ്റ്റെപ്പ് വരെ കുറെ മേലെ എത്തുമ്പോൾ ജിബ്രീൽ അവസാനിക്കുകയാണ്. അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യൻ ഉയർന്നാൽ മലായിക്കത്തുകളെക്കാൾ ഉയരാൻ പറ്റുമെന്നത് ഇവിടെയാണ് സത്യത്തിൽ അത് നമുക്ക് ബോധ്യമാകുന്നത് എന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒന്നാം ആകാശത്തിന്റെ വാതിൽ മുട്ടി വിളിക്കുന്നു, കവാടത്തിൽ മുട്ടുന്നു, അവിടെ തുറക്കുന്നു. ഞാൻ പറയാം, രണ്ടാമത്തെ കവാടം തുറക്കുന്നു. അങ്ങനെ പോയി ഒരു സ്ഥലമെത്തുമ്പോൾ ജിബ്രീൽ പറയുന്നു, ഇനി എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ ഈ സന്ദർഭത്തിൽ ഉണ്ടായി. ഈ ദീർഘമായ ഈ സംഭവങ്ങൾ ഹദീസിൽ നിന്ന് ഇങ്ങനെ വായിച്ചു പോയാൽ കുറെ സമയം നമുക്കതിന് എടുക്കേണ്ടി വരും. ഏതായാലും ഇതാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ കൂടെ കൊണ്ടുപോവുകയാണ്. ഓരോ കാല് നീങ്ങുന്നതും കണ്ണെത്താൻ ദൂരത്തേക്കാണ് കാലുകൾ നീങ്ങുന്നത്. ഫൻതലക ബി ജിബ്രീലു ഹത്താ അത്ത സമാഅ അദ്ദുനിയ, ഭൂമിയോട് അടുത്ത ആകാശത്തിലേക്ക് എത്തുന്നു. ഫസ്തഫ്തഹ, അവിടെ തുറക്കുകയാണ്. ഫഖീല, അപ്പൊ അവിടുന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? മൻ ഹാദ, ആരാണിത്? ഖാല, പറഞ്ഞു ജിബ്രീലാണെന്ന് പറഞ്ഞു. ഖീല, ചോദിക്കപ്പെട്ടു, വമൻ മഅക്, ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ഖാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കവാടത്തിൽ ഇത് ആവർത്തിക്കേണ്ടോ? ആരാന്ന് ചോദിക്കും, ജിബ്രീൽ പറയും ജിബ്രീലാണ്. ആരാ കൂടെയുള്ളത്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഈ ഓരോ കവാടങ്ങളിൽ എത്തുമ്പോഴും ഈ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ അത് പറയുമ്പോൾ ആകാശം അതിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് ഉടനെ പറയുന്നു അവിടെ വെച്ച്, നഅം ഖീല മർഹബൻ ബിഹി, ശരി, ഇത് കേൾക്കുമ്പോ സ്വാഗതം, വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് ആ കവാടങ്ങൾ തുറന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ജിബ്രീലിനെയും സ്വീകരിക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അവിടെ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിയിട്ട് പറയുന്നു, വഖാല ഹാദാ അബൂക്ക്, ഇത് താങ്കളുടെ പിതാവാണ്, ആദം, ഇത് ആദമാണ്. ഒന്നാമത്തെ കവാടം തുറന്നു, ഒന്നാം ആകാശത്തിന്റെ കവാടം തുറന്നു. എന്നിട്ട് പറയുന്നു, ഇത് താങ്കളുടെ പിതാവാണ്. ഹാദാ അബൂക്ക ആദം, താങ്കളുടെ പിതാവ് ആദമാണ്. ഫസല്ലിം അലൈഹി, താങ്കൾ സലാം പറഞ്ഞോളൂ. ഫസല്ലംതു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ അങ്ങനെ സലാം പറഞ്ഞു. വസല്ലംതു അലൈഹി, ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ സലാം, സലാം അവിടുന്ന് മടക്കി. ഖാല മർഹബൻ, അവിടുന്ന് മർഹബൻ, സ്വാഗതം പറഞ്ഞു. ഇങ്ങനെ ഓരോ കവാടം. ആദ്യ കവാടത്തിൽ ആരെയാണ് കാണുന്നത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് കാണുന്നത്. ഉടനെ ഇനി സുമ്മ സ്വഇദ, വീണ്ടും കയറുകയാണ് കേട്ടോ. സുമ്മ സ്വഇദ ബി, എന്നെയും കൊണ്ട് കയറി പോകുന്നു. ഹത്താ അത്ത സമാഅ സാനിയ, രണ്ടാമത്തെ കവാടത്തിലേക്ക് എത്തുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ഖീല മൻ ഹാദാ, ആരാണിത്? ഖാല ജിബ്രീൽ പറയുന്നു, അതെ, കൂടെ ആരുണ്ട് എന്ന് ചോദിക്കുന്നു. വമൻ മഅക, ഖാല മുഹമ്മദുൻ, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട് എന്ന് പറയുന്നു. അവിടെ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. പിന്നെ അവിടെ വെച്ച് ഇതാ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ യഹ്യ വ ഈസ വഹുമാ, യഹ്യ നബിയും ഈസാ നബിയും അവിടെയുണ്ട്. അവരോട് രണ്ടുപേരോടും സലാം പറയാൻ പറയുന്നു. വസല്ലിം അലൈഹിമാ, രണ്ടുപേരോടും ഞാൻ സലാം പറയുന്നു, സലാം പറയാൻ ആവശ്യപ്പെടുന്നു. ഫസല്ലംതു, ഞാൻ സലാം പറയുന്നു. ഫറദ്ദ, അവർ രണ്ടുപേരും സലാം അടക്കുന്നു. സുമ്മ ഖാല, അവർ രണ്ടുപേരും മർഹബൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നു. ഇതിങ്ങനെ ഓരോ കവാടത്തെ. അപ്പൊ ഇവിടെ വെച്ച് യഹ്യ നബിയെയും ഈസാ നബിയെയും കാണുന്നു. ഞാനിത് പറയുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഇതിങ്ങനെ വായിച്ചു പോയാൽ അങ്ങനെ ഈ
തഫ്സീറുകളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഇത് വിശദമായി ഓരോ കവാടത്തിലും ഇങ്ങനെ കടന്നു പോകുന്നത്, പിന്നെ ഓരോ പ്രവാചകന്മാരെ കാണുന്നത് നമുക്കങ്ങനെ വായിച്ചു പോകാം. ഞാൻ പറയുന്നത് ഇവിടെ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരെയാണ് കാണുന്നത്. സാന്ദർഭികമായിട്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ കൊട്ടപ്പുറം സംവാദം നടക്കുമ്പോൾ ഓതിയൊരായത്തുണ്ട്. ഏതായിരുന്നു ആയത്ത്? താങ്കൾക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ പറഞ്ഞിട്ടില്ലേ? ഇതാണ് അല്ലാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള, ഇസ്തിഗാസ നടത്താനുള്ള തെളിവായി. ഞാൻ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഇത് പറയുന്നത്. കൊട്ടപ്പുറത്ത് വെച്ച് ഓതിയത് എന്ത് ചോദിക്കാനാ പറഞ്ഞത്? അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഇതാ ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ? ഷിർക്ക് വരെ ജീവിതത്തിൽ ആരെങ്കിലും ഇവര് പ്രചരിപ്പിച്ചിട്ടുണ്ടോ, അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവരൊക്കെ തൗഹീദിന് വേണ്ടി ജീവിച്ചവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചയച്ച പ്രവാചകന്മാരോട് താങ്കൾ ചോദിച്ചു നോക്ക്. ഇതിനെയാണ് കൊട്ടപ്പുറത്ത് വെച്ച് എന്താക്കി പറഞ്ഞു കൊടുത്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മുൻഗാമികളായ പ്രവാചകന്മാരോട് ചോദിക്കുക? അവരൊക്കെ മരിച്ചുപോയതല്ലേ. അപ്പൊ ഖുർആൻ പിന്നെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥാണോ? ഖുർആനിൽ പിന്നെ ശിർക്ക് ഉണ്ടാവൂ? മറ്റുള്ള നബിമാരോട് ചോദിക്കാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് പകുതി ഓതി നിർത്തി. പ്രവാചകന്മാരോട് ചോദിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെച്ച് ഈ ആയത്തോതി ആളുകളെ കൊണ്ട് കൂക്കി വിളിപ്പിച്ച് ആ കൊട്ടപ്പുറം സംവാദം കലങ്ങിയെന്നും കലക്കിയെന്നും ഒക്കെ പറയുന്ന ആ സംവാദം അവസാനിക്കുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത് ഇസ്രാ മിഅ്റാജിന്റെ വേളയിലെ സംഭവമാണ്. ഇസ്രാ മിഅ്റാജിന്റെ വേളയിലെ സംഭവമാണ്. കാരണം അല്ലാഹു തആല ഓരോ കവാടത്തിലും പ്രവാചകന്മാരെ കാണിച്ചു കൊടുക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് പ്രവാചകന്മാർക്ക് നേതൃത്വം നൽകി നിസ്കരിക്കുന്നു, അല്ലേ? ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റുള്ള പ്രവാചകന്മാരെ കാണുന്നു. അതൊരു ഖാസായ സംഭവമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ മറ്റു പ്രവാചകന്മാരെ അല്ലാഹ് കൊണ്ടുവരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അത് നമുക്ക് ബാധകമല്ല. അത് ഇസ്രാ മിഅ്റാജിന്റെ വേളയിലുള്ള സംഭവമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ അന്നും ഇന്നും ഖുർആനിന്റെ തഫ്സീർ വെച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് വെച്ചിട്ടാണ് സാധാരണക്കാരായ ആളുകളോട്, റബ്ബല്ലാത്ത ആളുകളോട് ചോദിക്കാനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞത് വസ്അൽ, ചോദിക്കൂ നബിയെ എന്നാണ്. ആരോട് ചോദിക്കണമെന്നതാണ്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, വളരെ ക്ലിയർ ആണ്. താങ്കൾക്ക് മുമ്പ് വന്ന നബിമാരോട് ചോദിച്ചോളൂ എന്നാ. അപ്പൊ എങ്ങനെ ചോദിക്കുക? അപ്പൊ ആ സംഭവം എന്താണ്? അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരോട് ചോദിക്കാനാണ് പറയുന്നത്. അത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട സംഭവമാണ് എന്ന് തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അന്നേ പണ്ഡിതന്മാർ അതിനെ ഈ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. അവേതായാലും രണ്ടാമത്തെ കവാടമെത്തി. പിന്നെയും സുമ്മ സ്വഇദ ബി ഇല സമാഇ സാലിസ, മൂന്നാമത്തെ കവാടത്തിലേക്ക്. മൂന്നാമത്തെ കവാടം എന്ന് പറഞ്ഞാൽ മൂന്നാം ആകാശത്തിലേക്ക് കേട്ടോ. കവാടം എന്ന് പറയുമ്പോൾ ആകാശ കവാടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയോട് അടുത്ത ആകാശം, രണ്ടാമത്തെ ആകാശം, മൂന്നാമത്തെ ആകാശത്തിലേക്ക് ചെന്നു. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായി. ആരാണെന്ന് ചോദിച്ചു, ആരാ കൂടെയുള്ളത് എന്ന് ചോദിച്ചു. ഖാല മുഹമ്മദ്, ഉടനെ പറഞ്ഞു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൂടെയുള്ളത് എന്ന് പറഞ്ഞു. അവിടേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഫസല്ലിം അലൈഹി, സലാം പറയാൻ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു. ഉടനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് സലാം മടക്കി എന്നെ സ്വാഗതം ചെയ്തു. അപ്പോ മൂന്നാം ആകാശത്തിൽ വെച്ച് ആരെയാണ് കണ്ടത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നാലാമത്തെ കവാടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നാലാമത്തെ കവാടവും ഇതുപോലെ തുറന്നു. ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. അവിടെ വെച്ച് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഫസല്ലിം അലൈഹി ഫസല്ലംതു അലൈഹി ഫറദ്ദ ثم قال مرحبا بالأخي أخي الصالح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്തു.
അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് വീണ്ടും കയറുന്നു. സുമ്മ സഅദ ബി ഹത്താ അത്തസ്സമാഅ അൽ ഖാമിസ, അഞ്ചാമത്തെ ആകാശ കവാടത്തിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാഗതം പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ സ്വാഗതം ചെയ്യുന്നു. നബി സലാം പറയുന്നു, സലാം അടക്കുന്നു. ഇതേ സംഭവം ആവർത്തിക്കുന്നു. ആറാമത്തെ കവാടത്തിലേക്ക് സുമ്മ സഅദ ബി ഹത്താ അത്തസ്സമാഅ അസ്സാദിസ, ആറാമത്തെ ആകാശത്തിലേക്ക് എത്തുന്നു. ആരാണ് കൂടെയുള്ളതെന്ന് ചോദിക്കുന്നു. അവിടെ വെച്ച് പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ച് മൂസാ നബിയുടെ മുന്നിലേക്ക് വരുന്നതും സമയം അവസാനിക്കുന്നതിന് മുമ്പ് അത് സാന്ദർഭികമായിട്ട് പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കേട്ടൊരു ചരിത്രമുണ്ട് ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ. എന്താ? അല്ലാഹു തആല 50 വക്ത് നിസ്കാരം, ബാക്കി നമുക്ക് എന്റെ കൂടെ പറയാം. 50 വക്ത് നിസ്കാരമാണ് ആര്? അല്ലാഹു തആല നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തത്. അവിടെ തിരിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ എത്തുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് പ്രത്യേകമായി കൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ 50 വക്ത് നിസ്കാരം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അത് സാധ്യമല്ല എടോ, ബനൂ ഇസ്രായേൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാകും, അത് അല്ലാഹു തആലയോട് കുറക്കാൻ വേണ്ടി പറയണം എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പോകുന്നു, 10 കുറച്ചു കൊടുക്കുന്നു, വീണ്ടും പോകുന്നു, 10 കുറക്കുന്നു, വീണ്ടും പോകുന്നു, 10 കുറക്കുന്നു, വീണ്ടും പോകുന്നു, 10 കുറക്കുന്നു. വീണ്ടും 10 വന്നപ്പോഴും മൂസാ നബി പറഞ്ഞു, ഇതും അവർക്ക് ഉമ്മത്തിന് ഭാരമാകും, ചെയ്യൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും മടങ്ങുന്നു, 5 കൊടുക്കുന്നു. മൂസാ നബി പറയുന്നു, അത്രയും ചെയ്യാൻ പ്രയാസമായിരിക്കും, ഒന്നുകൂടി കുറക്കാൻ വേണ്ടി പറയണം, എനിക്ക് നാണമാണ് ഇനി മടങ്ങാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം കേൾപ്പിക്കുന്നു. അങ്ങനെ 5 വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാകുന്നു. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് 5 വക്ത് നമസ്കാരം നിർവഹിച്ചാൽ 50 വക്ത് നമസ്കാരം നിർവഹിച്ച കൂലി അതുപോലെ നിലനിൽക്കുമെന്നതാണ്. ഒരു നമസ്കാരം സാധാരണഗതിയിൽ നിർവഹിച്ചാൽ തന്നെ പ്രവാചകൻ ഹദീസിൽ പറഞ്ഞത് 10 പ്രതിഫലമാണ്. അപ്പൊ ജമാഅത്തായി നിർവഹിച്ചാലോ 27 ഇരട്ടി പ്രതിഫലമാണ്. 27 ഇരട്ടി 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 270 പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാം. 270 ഇരട്ടി പ്രതിഫലം ഒരു ജമാഅത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സാധാരണഗതിയിൽ നമസ്കാരം നിർവഹിച്ചാൽ പ്രിയപ്പെട്ടവരെ 10 കൂലി നമുക്ക് പ്രതീക്ഷിക്കാം, 10 ഇരട്ടി വരെ. എന്നാൽ ജമാഅത്തായി നിർവഹിച്ചാൽ അത് 27 ഇരട്ടി പ്രതിഫലമാണ്. അപ്പൊ അതിന് 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 270 ഇരട്ടി പ്രതിഫലമാണ് ഒരു നിസ്കാരത്തിന്. അപ്പൊ ഞാൻ ഇവിടെ വന്ന യുവാക്കളോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോ ഇസ്രാ മിഅ്റാജിന്റെ കഥ കേട്ടിട്ട് അവിടെ പോയിട്ട് എന്താ കാര്യം? ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, റമദാനിൽ നമ്മൾ കാണിച്ച ഈ ജാഗ്രത പ്രിയപ്പെട്ടവരെ റമദാൻ അല്ലാത്ത സമയത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? യുവാക്കളാണ് ഈ സദസ്സിൽ നിറയെ ഉള്ളത്. ഞാൻ ചോദിക്കുകയാണ്, ഒരു ഗൗരവ തലത്തിലുള്ള ഒരു ജാഗ്രത നമസ്കാര വിഷയം. ഒരു പുരുഷൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ അവൻ മുഖീമാണ്, മുസാഫിറല്ല, അവൻ രോഗിയല്ല, മരീലല്ല. അവൻ ഇവിടെ ഈ ബറാമിയുടെ പരിസരത്ത് അല്ലെങ്കിൽ കോഴിക്കോടിന്റെ പരിസരത്ത് നമ്മുടെ വീട്ടിൽ നിങ്ങളുണ്ട്, നിങ്ങൾ യാത്രക്കാരനല്ല, നിങ്ങൾ രോഗിയല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു, നിങ്ങൾക്ക് കുറ്റമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം ശരിക്ക്. നമ്മൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ നമുക്ക് കുറ്റമുണ്ട്. പണ്ഡിതന്മാർ അതിനെ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞത്, ഒരുപക്ഷെ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിർവഹിക്കേണ്ടതായ 5 വക്ത് നമസ്കാരത്തിൽ ആ നമസ്കാരം നിർവഹിച്ചു എന്ന പാപം അവൻ ഒഴിവാകാം, പക്ഷെ ജമാഅത്തിനെത്താത്ത കുറ്റം അവന്റെ മേൽ രേഖപ്പെടുത്തും. നിസ്കരിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഫർളായ നമസ്കാരം ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. വീട്ടിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വരാൻ പറ്റുന്ന ഒരാൾ വീട്ടിൽ വെച്ചിട്ടല്ല ഫർളായ നമസ്കാരം നിർവഹിക്കേണ്ടത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ണ് കാണാത്ത ആൾ ഒന്ന് ചോദിക്കുന്നതൊക്കെ? വിശദീകരിക്കാതെ തന്നെ അതിന്റെ പദം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്.
ലൈസ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് യാ റസൂലല്ലാഹ്. നബിയെ, എന്നെ കൊണ്ടുവരാൻ ഒരാളില്ല നബിയെ. അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. അതിനെ വിശദീകരിച്ച സ്ഥലത്ത് കാണാം ളുഹറിനും അസറിനൊക്കെ വരാന്നാണ്. ഇത് കണ്ണ് കാണാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ളുഹറും അസറും മഗ്രിബ് ഇശാവൊക്കെ ഒരേപോലെ തന്നെയല്ലേ? അവിടെയാണ് ആ പ്രയോഗത്തിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. ലൈസ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല നബിയെ. അപ്പോ ളുഹറിനാരെ കൊണ്ടുവരാ? വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട്, പകൽ സമയമാണ്, ആ കുട്ടി കൊണ്ടുവരും കൈ പിടിച്ചിട്ട്. അസറിന് ആ കുട്ടി കൈ പിടിച്ചിട്ട് കൊണ്ടുവരും. അതുപോലെ ഇശായിനും സുബൈക്കൊന്നും വരാൻ ഈ കുട്ടിക്ക് പ്രയാസാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചത് എന്നതാണ് അതിന്റെ വിശദീകരണം. നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലഹു, ആ മനുഷ്യന് റുഖ്സ കൊടുത്തു. ഫലമ്മാ വല്ല, തിരിഞ്ഞു പോയപ്പോ ദഅഹു, ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ? ഫാക്ടറി ഇല്ല, ഒച്ചപ്പാടുകളില്ല, ബഹളങ്ങളില്ല കേട്ടോ, യന്ത്രങ്ങളുടെ ശബ്ദങ്ങളൊന്നുമില്ല, വാഹനങ്ങളുടെ ഒച്ചപ്പാടുകളില്ല. നല്ല ഉയരമുള്ള സ്ഥലത്തുനിന്ന് ഒരു ബാങ്ക് വിളിച്ചാൽ കുറെ ദൂരം കേൾക്കും, കുറെ ദൂരം കേൾക്കും. അപ്പൊ ബാങ്ക് കേൾക്കാറുണ്ടോ? നഅം, ഉണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅജിബ്, എന്നാൽ ഉത്തരം കൊടുക്കണം. ഉത്തരം കൊടുക്കണം ബാങ്കിന് ഉത്തരം കൊടുക്കാൻ അർത്ഥത്തിലല്ല, പള്ളിയിലെത്തണം. ഞാനിവിടെ വന്ന ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, ഇത് നമുക്കറിയാത്തവരാണ് നമ്മളൊക്കെ. നിങ്ങൾ ഈ അള്ളാന്റെ കൂലി ആഗ്രഹിച്ച് പള്ളിയിൽ വന്ന ഈ ചെറുപ്പക്കാരും യുവാക്കളും, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനമനുഷ്ഠിക്കുവാനുള്ള എല്ലാ സാഹചര്യവും അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. ഞാൻ വന്നതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കല്ല. പക്ഷേ ഈ ത്യാഗം സഹിച്ച് ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രി, ഈ പാതിരാത്രിയിൽ നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോ, ഈ റമദാൻ നമ്മളോട് വിട പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിന്റെ വശങ്ങളെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാറുണ്ടോ? ഉണ്ടോ? അതൊന്നും അത്ര ഗൗരവമായിട്ട് കാണുക. നിസ്കരിക്കണം. ഷോപ്പിൽ എപ്പോഴാ ഒഴിവ് കിട്ടുന്നത്? അപ്പോ. എപ്പോഴാ നമ്മുടെ സൗകര്യം? അപ്പോ. അങ്ങനെ വന്ന് നിസ്കരിച്ച് ഇങ്ങനെ പോവാണ്. പള്ളി ഇങ്ങനെ ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ളുഹർ നിസ്കാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ജമാഅത്തിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥ. ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് വരെ പ്രയോഗം കാണാം. ലഖദ് ഹമംതു, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി. എന്താണ് ആഗ്രഹിച്ചത്? ഒരാളോട് ഇമാമിക്കാൻ പറയാ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീപ്പന്തവുമായി പോവുക, നിസ്കരിക്കാൻ വരാത്ത പുരുഷന്മാരുള്ള വീടങ്ങ് തീ കൊടുത്താലോ എന്നാലോചിച്ചു പോയി. ജമാഅത്തിനെത്താത്ത പുരുഷന്മാരുള്ള വീടങ്ങ് കത്തിച്ചു കളഞ്ഞാലോ എന്നാഗ്രഹിച്ചു പോയി. പക്ഷെ അള്ളാന്റെ ഓർഡർ കിട്ടിയില്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് അങ്ങോട്ട് വഹി കിട്ടിയില്ല, സമ്മതം കിട്ടണ്ടേ? അപ്പൊ അത്രത്തോളം ഒരു ദേഷ്യം ജമാഅത്തിനെത്താത്ത ആളുകളുടെ മേൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി എന്നത് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ തടിച്ചുകൂടിയ യുവാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കുന്നവരാണോ? ഒരൊറ്റ നമസ്കാരം എനിക്ക് കാരണമില്ലാതെ ജമാഅത്ത് നഷ്ടപ്പെടാറില്ല എന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഈ റമളാൻ മാസമായിട്ട് പോലും എത്ര ജമാഅത്ത് പോയവരുണ്ടാവും? വെറുതെ യാത്രയിലല്ല. ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മള്. അപ്പൊ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ജാഗ്രത ഈ വിഷയത്തിലൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കണം, അല്ലേ? കാരണം ദീന് കേൾക്കുമ്പോ, അതാ ഞാൻ വഴിമാറി പറയല്ല, ദീന് കേൾക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അതിനോട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഉമ്മത്ത്, ഒരു പുതിയ തലമുറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പെട്ടെന്നാണ് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പുറത്തുള്ള ഏതെങ്കിലും നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന താരങ്ങളോ പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ റോൾ മോഡൽ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പെൺകുട്ടികളുടെ പാൻറ്റൊക്കെ നോക്കി നിങ്ങൾ, എല്ലാം കാലിന്റെ മുട്ടിന്റെയും നെരിയാനിന്റെ ഇടയിൽ കയറ്റി കൊടുത്തിട്ടുണ്ടാവും. എന്താ അങ്ങനെ? അത് ഒരു സിനിമയിൽ ഒരു നടി ഒറ്റ പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു കാലിൽ ചരട് കെട്ടാൻ അവർ റെഡിയായി, പാൻറ് മേലോട്ട് കയറ്റി കൊടുത്തു. അത് എത്ര പെട്ടെന്ന് സ്പ്രെഡായത് അല്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് ചോദിക്കുക നിങ്ങളോട്, എത്ര പെട്ടെന്നാണ് അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്? മുടി, ഹെയർ സ്റ്റൈല് ഒരു ഇഷ്ടപ്പെട്ട നടനോ ഒരു താരമോ ക്രിക്കറ്റ് താരമോ ഫുട്ബോൾ താരമോ ചെയ്താൽ അതൊക്കെ ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ വരെ എത്ര വേഗത്തിലാണ് അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നത്.
അപ്പൊ നമ്മുടെ മോഡൽ ആരാ? നമ്മുടെ റോൾ മോഡൽ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തു വിലയാണ് നമ്മുടെ പ്രവാചകന് ഞാനും നിങ്ങളും ഒക്കെ കൽപ്പിക്കുന്നത്? ഇസ്രായിന്റെയും മേറാജിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വായിക്കാനുള്ളത് സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ചില രംഗങ്ങളാണ്, അല്ലേ? അതിൽ വിശ്വാസമില്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് സ്വർഗ നരകങ്ങളെ കുറിച്ച് നമുക്ക് വിശ്വാസമില്ലേ? ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഈ പണിയെടുക്കുന്നത്, ഈ രാത്രി വന്ന് ഈ ക്ലാസ് കേൾക്കുന്നത്? ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും വേർതിരിയുന്ന വിഷയമാണ് അവന്റെ നമസ്കാരം. അതിൽ പോലും ജാഗ്രത പാലിക്കാത്തവരായി നമ്മൾ മാറിയാൽ എങ്ങനെയായിരിക്കും നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക? നാളെ പരലോകത്ത് ഇബാദാത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ചോദിക്കുന്നത് അനിസ്വലാത്ത്, നമസ്കാരത്തെ കുറിച്ചാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അനിൽ മാ, വെള്ളത്തെ കുറിച്ചാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എട്ടാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു, സലാം പറയുന്നു, ആ സലാം മടക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഏഴാമത്തെ ആകാശത്തിൽ, ആറാണ് നമ്മൾ പറഞ്ഞു കേട്ടോ, എന്നെ മാറിപ്പോയോ? 8 എന്ന് പറഞ്ഞോയോ? സംശയമുണ്ട്, മാറിപ്പോയതാ. അപ്പോ ആറാമത്തെ ആകാശത്തിലേക്ക് കയറുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 7ാം ആകാശത്തിന്റെ കവാടം തുറക്കുമ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇതേ കാര്യങ്ങൾ സലാം പറയാൻ ആവശ്യപ്പെടുന്നു, സലാം പറയുന്നു, സലാം അടക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്യുന്നു. ഇനി അവിടുന്ന് കയറുന്നത് ഹദീസിൽ കാണാം. ഇനി അവിടുന്ന് പോകുന്നത് സിദ്റത്തുൽ മുൻതഹ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ റുഫിഅത് ഇലാ സിദ്റത്തുൽ മുൻതഹ. പിന്നെ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നത് സിദ്റത്തുൽ മുൻതഹയിലേക്കാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ കുറെ കാര്യങ്ങൾ, സിദ്റത്തുൽ മുൻതഹയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ പറയുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അവിടെ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഒരു പാത്രത്തിൽ മദ്യം, കള്ള്, സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്, ഒന്നിൽ പാല്, ഒന്നിൽ തേന്, അങ്ങനെ അതേ പ്രയോഗങ്ങൾ കാണാം അവിടെ കൊണ്ടുവരുന്നു. ഊതീതു ബി ഇനാഇൻ മിൻ ഖംറിൻ, ഒരു പാത്രത്തിൽ കള്ള്, വ ഇനാഇൻ മിൻ ലബനിൻ, ഒരു പാത്രത്തിൽ ലബന്, വ ഇനാഇൻ മിൻ അസൽ, ഒരു പാത്രത്തിൽ തേന്, വ ഫഅഖത്തു, ഞാൻ അതിൽ നിന്ന് എടുത്തത് അല്ലബന, പാലിന്റെ പാത്രമാണ് ഞാൻ സ്വീകരിച്ചത്. ഫഖാല ഹിയൽ ഫിത്ര എന്ന് അവിടുന്ന് മറുപടി വരുന്നു. ഈ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോ സിദ്റത്തുൽ മുൻതഹയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. ഇനി അവിടുന്നുള്ള മടക്കത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഉമിർതു ബി 50 സ്വലാത്തൻ കുല്ല യൗമിൻ, ഓരോ ദിവസം 50 വക്ത് നമസ്കാരങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. അത് സാധ്യമല്ല. ഞാൻ ആ ഭാഗം ഞാൻ നേരത്തെ എൻ്റെ ഭാഷയിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെച്ചു കേട്ടോ. എല്ലാ ദിവസവും ഫറജഅതു ഫമറർതു അലാ മൂസ, ആ മടങ്ങും, മൂസാ നബിയിലേക്ക് എന്നെ തിരിച്ചു വരും, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും, വീണ്ടും തിരിച്ചു പോകും. എനിക്ക് സാധ്യമല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. ഇത് ഉമ്മത്തിന് സാധിക്കുകയില്ല എന്ന് പറയണം. ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ എൻ്റെ ഭാഷയിൽ സംസാരിച്ചു. ആ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന അവിടുത്തെ മറ്റൊരു ഗുണപാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് നമ്മുടെ ഉമ്മത്തിനോടുള്ള ഇഷ്ടമായിട്ടാണ് പറഞ്ഞത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ ഉമ്മത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ ഇത്ര നിർബന്ധിക്കുന്നത്? തന്റെ ജനവിഭാഗത്തിൽ ഉണ്ടായ ആരാധനാ കർമ്മങ്ങളിൽ അവിടുത്തെ ആളുകൾ കാണിച്ചിരുന്ന മടിയും അവിടുത്തെ ആളുകൾ അതിനോട് പിറകോട്ട് മാറി നിന്നതും ഒക്കെ ആലോചിച്ചുകൊണ്ട് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് നിർബന്ധിച്ചത് എന്ന് ഈ ചരിത്രത്തെ വിശദീകരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞു, 50 വക്ത നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്കിന്നും കിട്ടുമെന്നാണ്. അല്ലാഹു തആല ആ അർത്ഥത്തിൽ ആ നമസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഇനി ചില സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ചില കാഴ്ചകളുണ്ട്. സമയം 1 മണിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ചിലത് അത് വായിക്കാതെ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം ഞാൻ പറഞ്ഞു തുടക്കത്തിലെ, നമ്മൾ ഇസ്രാ മിഅ്റാജ് എന്നൊരു യാത്ര കേൾക്കുക എന്നതല്ല, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വർഗം ഉണ്ട് ഇപ്പോൾ തന്നെ, നമ്മൾ മനസ്സിലാക്കുക. നരകമുണ്ട് ഇപ്പോൾ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം കാണിച്ചു എന്ന് പറയുമ്പോൾ, നരകം കാണിച്ചു എന്ന് പറയുമ്പോൾ, അത് അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേർക്ക് നേരെ കാണിച്ചു കൊടുക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രാ മിഅ്റാജ് വേളയിൽ അള്ളാഹുവിനെ കണ്ടു എന്ന് വ്യാഖ്യാനിച്ച ചില മനുഷ്യരുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ ചേർത്തി പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുന്നതിന് തുല്യമാണ് എന്ന് ആയിഷ ബിബി ലോകത്തെ അറിയിച്ചത് സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ലോകത്താരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. എന്നാൽ അള്ളാഹുമായി സംസാരിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിച്ചു. അപ്പൊ അത് കൃത്യമായ പ്രമാണങ്ങളിൽ വന്നതാണ്. അപ്പൊ ആ സംസാരം അവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെ കണ്ടു എന്ന് പറയാൻ പാടില്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ കാണാൻ സ്വർഗത്തിൽ ഒരു സിയാദത്ത് നമുക്ക് ലഭിക്കും എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. 18-ാം അധ്യായം സൂറത്ത് കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനൊരു നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തില്ലേ ഇല്ലേ, അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്താണ്? ആ സൂറത്ത് അവസാനിക്കുമ്പോ ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരെങ്കിലും അവന്റെ റബ്ബുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. പക്ഷെ ഒരു കണ്ടീഷൻ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്താണിത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അത് ചെറിയ ശിർക്കാണ് എന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വേറെ പറയുന്നുണ്ട്. ഇവിടേക്ക് പോയി അത് കുറെ വിശദീകരിക്കേണ്ടതാണ്. ചെറിയ ശിർക്ക്, അള്ളാഹു നമ്മെ ചെറിയ ശിർക്കിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഇരിക്കുന്നത്, ഈ ഇരുത്തം അല്ലെ, അള്ളാന്റെ കൂലി ആഗ്രഹിച്ചാൽ നമ്മൾ ഇരിക്കുന്നത്. അവിടെ നമ്മളെ നീയത്ത് മാറരുത്. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുമ്പോൾ നമ്മുടെ നീയത്ത് മാറരുത്. കാണാൻ വേണ്ടി കൊടുത്താൽ ശിർക്കാവും. മൻ സ്വല്ല യുറാഇ ഫഖദ് അശ്റക എന്ന പ്രയോഗം കാണാം ഹദീസിൽ. മൻ സ്വാമ യുറാഇ ഫഖദ് അശ്റക എന്ന പ്രയോഗം കാണാം. വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക എന്ന പ്രയോഗം കാണാം. കാണാൻ വേണ്ടി ഒരാൾ സ്വതക്ക കൊടുത്താൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. കാണാൻ വേണ്ടി ഒരാൾ, പ്രിയപ്പെട്ടവരെ, നമസ്കരിച്ചാൽ ശിർക്ക് ചെയ്തവനാണ്. കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ വരെ, ധീരനാണ് എന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയാൽ വരെ അവൻ ശിർക്ക് ചെയ്തവനാണ്. നാളെ പരലോകത്ത് പ്രതിഫലം ഉണ്ടാവില്ല. അതൊക്കെ ഹദീസിൽ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. നന്നായി പിന്നെ ദീന് പറഞ്ഞ ആലിമിനെ പിടിച്ച് നരകത്തിലേക്ക് എറിയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ചോദിക്കുന്നുണ്ട്, പിന്നെ നിനക്ക് ഞാൻ ഒരുപാട് ഇൽമു നൽകി, വേറൊരുത്തൻ ധാരാളമായി പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്തവനാണ്. അപ്പൊ അള്ളാഹു തആല അവനോട് ചോദിക്കുന്നുണ്ട്, എത്രയോ പാവപ്പെട്ട പട്ടിണി പാവങ്ങളും പണമില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു, നിനക്ക് ഒരുപാട് പണം തന്നു, നീ എന്ത് ചെയ്തു? റബ്ബേ, ഞാൻ കൊടുത്തു നിന്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹിന് പറയുന്ന ഒരു മറുപടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നത്, കദബ്ത, നീ പറയുന്നത് കളവാണ്. വലാകിന്നക ഫഅൽത, മറിച്ച് നീ അങ്ങനെ ചെയ്തത് ലി അൻ യുഖാല ജവാദ്, നീ വലിയ ഔദാര്യവാനാണ് എന്ന് പറയാനാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്ത ആളുകളോട്, പിന്നെ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ആളുകളോട് നീ ആലിമാണെന്ന് പറയാനാ. ഞാൻ ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ കദബ്ത വലാകിന്നക ഫഅൽത ലി അൻ യുഖാല ആലിം,
നീ ആലിമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പണി ചെയ്തത്. അതുപോലെ യുദ്ധത്തിൽ മരിച്ച ആളോട് നീ വലിയ ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. സാന്ദർഭികമായിട്ട് പറയാണ്, ഒരു ചെറിയ ശിർക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയാൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞത്, കടുത്ത ശിർക്ക് ചെയ്താൽ പിന്നെ അള്ളാഹിനെ കണ്ടുമുട്ടുക എന്നുള്ളതിന് അപ്പുറം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ചെറിയ ശിർക്ക് പോലും ജീവിതത്തിൽ വന്നാൽ സർവശക്തനായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് തടസ്സമായി മാറും എന്നതാണ് ആ സൂറത്തിൽ അവസാന ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവിടേക്ക് കയറി വരുന്ന ഒന്നാണ് എന്ത് ആത്മാർത്ഥത പോകുമ്പോ കയറി വരുന്ന ഒന്നാണ് റിയാ, ലോകമാന്യത. അപ്പൊ കാണണം, അറിയണം എന്ന ചിന്ത വരും. ഞാനുള്ളതുകൊണ്ട് അതൊക്കെ നടക്കുന്നത് എന്നൊരു ബോധം ഉണ്ടാവും. ഞാൻ ഉണ്ടായിട്ട് അതൊക്കെ ചെയ്തത് എന്നൊരു തോന്നൽ വരും, ഒരു അനാനിയത്ത് വരും, ആ ഞാനെന്ന ഭാവം വരും. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതാനും മിനിറ്റുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സർവശക്തനായ റബ്ബ് അപ്പൊ സ്വർഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നരകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ അല്ലാതെയും സ്വർഗത്തെ കണ്ടിട്ടുണ്ട്. നമസ്കാരത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കായ്ക്കനികൾ കൊലച്ചു നിൽക്കുന്ന ഒരു കൊലയെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ട് നിസ്കാരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗം പല സന്ദർഭങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു, സ്വർഗത്തിൽ ഞാൻ ഒരു കൊട്ടാരം കണ്ടു. കേട്ടിട്ടില്ലേ നിങ്ങൾ ആ ചരിത്രം? ആ കൊട്ടാരത്തിലേക്ക് ഞാൻ കയറട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് പെർമിഷൻ നൽകി. കയറാൻ വേണ്ടി ഞാൻ പോകുമ്പോ ഞാൻ ചോദിച്ചു, ഇത് ആർക്ക് വേണ്ടി പണിത കൊട്ടാരമാണ്? ഇത് ഖസ്ർ ഉമർ, ഉമറിന് വേണ്ടിയുള്ള കൊട്ടാരമാണ്, ഉമറിന്റെ കൊട്ടാരമാണ്. എന്നാൽ ഞാൻ കയറുന്നില്ല, കാരണം ഉമറിന്റെ പെർമിഷൻ ഇല്ലാതെ കയറണ്ട എന്ന് തീരുമാനിച്ചു എന്നത് മിമ്പറിലിരുന്ന് സഹാബത്തിന് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ട സന്ദർഭങ്ങളുണ്ട്. ആ സ്വർഗം പ്രിയപ്പെട്ടവരെ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതാണ്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്. അള്ളാഹു നമുക്കതിൽ പ്രവേശനം നൽകുമാറാകട്ടെ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗം, ഒരു ഹൃദയത്തിനും ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത സ്വർഗം, ഒരു പ്രത്യേക മത്സ്യത്തിന്റെ കരൾ നൽകി സ്വർഗത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന സ്വർഗം. ആ സ്വർഗം അത് ആകാശഭൂമിയോളം വിശാലമാണ്. സ്വർഗത്തിൽ ഒരു ചെറിയ ഇരിപ്പിടം കിട്ടുന്നത് പോലും അതിന്റെ വിശാലതയൊക്കെ വിശദീകരിച്ച ഹദീസുകളുണ്ട്. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ തണൽ എത്രയോ സമയം അതിന്റെ തണലിൽ നടന്നു പോകാനുള്ള വിശദീകരണങ്ങൾ പറഞ്ഞതുണ്ട്. തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ പല്ല് മിസ്ൽ ഉഹദ് മലയോളം ഉണ്ടാകുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ സഹോദരങ്ങളെ, എത്ര ഭീകരമായിരിക്കും അപ്പം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചോരയും ചലവും നീരൊക്കെ ഇങ്ങനെ നരകത്തിന്റെ ഈ ജഹീം, ഖുർആനിൽ ഇങ്ങനെ പ്രയോഗം കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ജഹീം, ജഹന്നമ്, ലളാ, ഹുത്തമ, വൈല്, സക്ർ, ഇങ്ങനെ കുറെ പ്രയോഗങ്ങളുണ്ട്. ഈ വൈല് എന്ന് പറയുന്ന ഭാഗം ഒന്ന് തഫ്സീർ എടുത്ത് വായിച്ചു നോക്ക്. നരകത്തിന്റെ അടിഭാഗമാണെന്നും നരകത്തിൽ കടന്ന് പടയുന്ന മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീരും ചോരയും ചലവും ഒക്കെ കൂടിക്കലർന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള വെള്ളം കെട്ടിക്കിടന്ന് തിളച്ചു മറിയുന്ന ഭാഗമാണെന്നും വെള്ളത്തിന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞു ചോദിക്കുമ്പോൾ ആ വെള്ളം അവനെ കുടിപ്പിക്കുമെന്നും സൂറത്ത് ഇബ്രാഹിം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാം. സൂറത്ത് ഇബ്രാഹിം ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ പേര് നമ്മുടെ മനസ്സിൽ വെക്കുക. മാഉൻ സ്വദീദ് കേട്ടോ, മാഉൻ സ്വദീദ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? മാഉൻ സ്വദീദ് പറഞ്ഞാൽ എന്താ? സമയായില്ലേ? മാഉൻ സ്വദീദ് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ വെള്ളത്തിനാണ് ഈ പറയാ. മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീര്, ചോര, ചലം ഇത് കൂടിക്കലർന്നിട്ട് തിളച്ചു മറിയുന്ന മഞ്ഞ നിറത്തിലുള്ള വെള്ളം. ഈ
വെള്ളം കുടിപ്പിക്കുന്നതാണ്, തൊണ്ട പൊട്ടിച്ചിതറും. സൂറത്ത് ഇബ്രാഹിം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. സുഹൃത്തുക്കളെ, ഈ വെള്ളം ഒരു മനുഷ്യനെ കുടിപ്പിക്കുന്ന നരകം. നമ്മളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിലൊരു കറുത്ത പാട് കണ്ട കുടിക്കും നമ്മളെ വെള്ളം? ഇല്ല. നരകമെന്ന് പറയുന്ന കത്തിച്ചൊലിക്കുന്ന അഗ്നിയിൽ നിന്ന് വെള്ളത്തിന് വേണ്ടി പടച്ചവനോട് ഇസ്തിഗാസ നടത്തുന്ന ആളുകളുണ്ട്, പടച്ചവനോട് അപേക്ഷിക്കുന്നവരുണ്ട്, കുടിക്കാൻ അല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബന്ധുക്കൾ, സ്വർഗത്തിൽ കിടക്കുന്ന ബന്ധുക്കളോട് നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർ പറയും ഹറമഹുമല്ലാ, നിങ്ങൾ ചോദിച്ച ഭക്ഷണവും വെള്ളവും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് അവിടുന്ന് ഉത്തരം കിട്ടുമെന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഭീകരമായ ഒരു നരകം അത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏഷണിക്കാരെ കാഴ്ചകൾ പലതുമാണ് കേട്ടോ. ഏഷണിക്കാരുടെ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്, നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടുന്നത്, തിരിച്ചു വിടുന്നത്, ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് ഈ ചെവിയുടെ ഇവിടം വരെ നീണ്ടു പോകുന്നത്, ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്ന കാണാം. നമ്മുടെ നാവിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ റമദാനിന്റെ മാസത്തിൽ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ വരെ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് വർത്തമാനം പറയുമ്പോൾ മറ്റുള്ളവന്റെ പച്ചമാംസം തിന്നുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. സോദരിമാരുടെ കൂട്ടത്തിൽ ഉണ്ടാവാം മറ്റുള്ളവരുടെ മാംസം തിന്നുന്നവർ, പച്ച മാംസത്തെ കൊത്തിവലിക്കുന്നവർ, ഒരു സമയം കിട്ടിയാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ. എന്തിനാണ് സഹോദരങ്ങളെ? നമുക്ക് നമ്മുടെ കാര്യം തന്നെ ധാരാളം നോക്കാനുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നത് എന്തിനാണ്? ഏഷണിയും പരദൂഷണവും ഗീബത്തും ഒക്കെ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ അങ്ങനെയാകുമോ എന്ന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഉള്ളത് പറയലാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അവനിലില്ലാത്തതാണെങ്കിൽ ഫഖദ് ബഹത്തഹു, നീ അവനെ കുറിച്ച് കളവാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു വിശാലമായ ഒരു വിഷയമാണ്. ഇനിയും നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഉണ്ട്. സ്വർഗത്തെയും നരകത്തെയും ഒക്കെ വിശദീകരിച്ച് ഇങ്ങനെ പോകുന്ന, അതാണ് സത്യത്തിൽ നമ്മൾ തുടക്കം മുതൽ ഇങ്ങനെ പറഞ്ഞു വരേണ്ടത്. പക്ഷേ ഞാൻ ചില ഭാഗങ്ങൾ ഹദീസിൽ നിന്ന് ആ പ്രയോഗങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു എന്ന് മാത്രം. സർവശക്തനായ റബ്ബ് ഓരോ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും അതിൽ നിന്ന് ചില ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നരകം അത് മനുഷ്യനും കല്ലുമാണ് കത്തുന്നത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യനും കല്ലും കത്തുന്ന, എല്ലാവർക്കും അറിയുന്ന പ്രയോഗം ഖുർആനിലുണ്ട്, വഖൂദു ഹന്നാസു വൽ ഹിജാറ. മനുഷ്യനും കല്ലുമാണ് കത്തുക. ഇവിടെ കല്ലാണ് നമ്മുടെ അടുപ്പ്, അല്ലേ? ഗ്യാസൊക്കെ ഇപ്പൊ വന്നതല്ലേ? കല്ല് വെച്ചിട്ടാണ് നമ്മൾ പലതും ഇവിടെ വേവിച്ചെടുത്തിരുന്നത്, അടുപ്പാക്കിയിരുന്നത്. എന്നാൽ ഇന്നും കല്ല് വെച്ചുകൊണ്ട് വലിയ വലിയ ബിരിയാണി ചെമ്പുകളൊക്കെ അടുപ്പുകൾ വെക്കുന്നത് കല്ലുകളിലാണ്. ആ കല്ലിൽ വെക്കാൻ കാരണം എന്താ? ആ കല്ല് കത്താതെ അതല്പം ചൂടായാലും അത് നമ്മുടെ കാര്യങ്ങൾ നടക്കും. എന്നാൽ കല്ലും മനുഷ്യനും കത്തുന്ന ഒരു നരകം, കല്ലും മനുഷ്യനും കത്തുന്ന ഒരു നരകം, ആ നരകം അതാണ് നമ്മൾ ഭയപ്പെടുന്നത്. അതിൻ്റെ ചൂട് സഹിക്കാനാവാത്തതാണ്. ഷിർക്ക് ചെയ്യാത്ത ഏറ്റവും അവസാനത്തെ ആളെ അതിൽ നിന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരു മൂടിയിട്ടടക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇപ്പൊ സൂറത്തുൽ വാഖിയ അങ്ങനെ ഓതി വരുമ്പോ ഫീ സമൂമി വഹമീം വളില്ലിം യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. അവിടെ ശരിക്കും അടിവരയിട്ടാണ് കേട്ടോ. ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുന്ന ചൂട്, പുക കൊണ്ടുള്ള തണല്. എന്താ ഈ പുക കൊണ്ടുള്ള തണല്? ഈ റൂമിൽ വാതിലും ജനലൊക്കെ അടച്ചിട്ട് പുകട്ട എന്തായിരിക്കും അവസ്ഥ? കത്തുകയാണ്. എന്തായിരിക്കും അവസ്ഥ? നമ്മളെ നാട്ടില് ഒരു പ്രായമുള്ള 80 വയസ്സുള്ള ഒരു മനുഷ്യന് പെട്രോള് കുപ്പിയിൽ നിറച്ചിട്ട് ഒരു റൂമിലേക്ക് എറിഞ്ഞത് ഓർമ്മല്ലേ? അല്ലേ? നിങ്ങൾ വായിച്ചില്ല അത്? ആ വീട്ടിൽ നിന്ന് ആ മയ്യത്ത് കണ്ടവർ പറഞ്ഞ എന്താ അറിയോ? ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ഇങ്ങനെ ആ മോളും അയാളും അയാളുടെ ഭാര്യയും 2 കുട്ടികളെ തോന്നുന്നു അല്ലേ? 4 പേരല്ലായിരുന്നോ? 3ഓ 4ഓ? ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് ബാത്റൂമിൽ മരിച്ചു കിടന്നിരുന്നതെന്ന്. റൂമിലേക്ക് ഈ മനുഷ്യന്റെ വാപ്പയാണത്. 80 വയസ്സുള്ള മനുഷ്യൻ
കുപ്പിയിൽ പെട്രോൾ നിറച്ചിട്ട് എറിഞ്ഞു. ഓർക്കുന്നില്ല നിങ്ങള്? അയാൾ ആ വീട്ടിലെ ആ വെള്ളം മുഴുവനും അയാൾ വറ്റിച്ചു കളഞ്ഞു. റെഫ്രിജറേറ്റർ തുറന്ന് അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പുറത്തേക്ക് കളഞ്ഞു. ഫ്രീസറിൽ വെച്ച് ഐസായ ചില കട്ടകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. കാരണം ഒരു നിലക്കും രക്ഷപ്പെടാൻ പാടില്ല. 80 വയസ്സുള്ള ഒരു മനുഷ്യൻ ചെയ്തതാണ്. എന്നിട്ട് തൻ്റെ മോനും ഭാര്യയും മക്കളുള്ള റൂമിലേക്ക് പെട്രോള് കുപ്പിയിൽ നിറച്ചിട്ട് എറിഞ്ഞ് തീ കൊടുത്തു. ഇവര് ബാത്റൂമിൽ കയറിയിട്ട് ഒളിച്ചു. ആദ്യം വാതില് ഓടി വന്ന് തുറക്കാൻ നോക്കി, കിട്ടുന്നില്ല. അയൽവാസിക്ക് ഫോൺ ചെയ്തു. അയൽവാസി വന്നപ്പോൾ ഇയാള് അടുത്ത കത്തിച്ച കുപ്പി അയൽവാസിന്റെ അടുത്ത് എറിഞ്ഞു. അങ്ങോട്ട് വരാൻ പാടില്ല. ഞാനിത് എന്തിനാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്? എന്നിട്ട് ഇവര് ചർച്ച ചെയ്യാൻ അവർക്ക് സമയം കിട്ടി, അയൽവാസിനെ വിളിക്കാൻ സമയം കിട്ടി. ബാത്റൂമിൽ കയറി പുക ശ്വസിച്ചുകൊണ്ട് മാത്രം, ഓരോ ശരീരം എവിടെയും പൊള്ളിയിട്ടില്ല. പുക ശ്വസിച്ചുകൊണ്ട് ഇവർ മരിച്ചു. ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവുക സന്ദർഭത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ആ മയ്യത്ത് കിടന്നിരുന്നത്. ഒരു നിസ്സാരമായ ഒരു ബെഡ്റൂം കത്തിയപ്പെടായ അവസ്ഥയത്. നരകമെന്ന് പറയുന്ന കോടിക്കണക്കിന് മനുഷ്യർ കത്തുന്ന നരകത്തിൽ പ്രിയപ്പെട്ടവരെ, ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഊസൂൻ. അല്ലേ? ഇങ്ങനെ തുടർന്നു പോകുന്നില്ലേ? അവിടെ എന്തായും സുഖലോലുപന്മാരായിരുന്നു അവർ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവർ ഈ നരകത്ത് പോകാനുള്ള കാരണം എന്താണ്? ഒന്നിവര് രണ്ട് കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞത്. ഒന്നിവർ സുഖലോലുപന്മാരായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മിനുസുള്ള പുതപ്പ് കിട്ടിയപ്പോ കരഞ്ഞു. അപ്പൊ എന്തിനാ കരയുന്നു വെച്ചപ്പോ പറഞ്ഞു, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മിനുസമുള്ള വിരിപ്പിൽ ഉറങ്ങുകയോ ഒരു സോഫ്റ്റായ റൊട്ടി തിന്നുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്. നമ്മളോ? നമുക്ക് ഉപയോഗിക്കാം. പുതിയ ആധുനിക ലോകത്തുള്ള സംവിധാനം ഉപയോഗിക്കണമെന്ന് ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഒരു നന്ദി പോലെ അള്ളാഹുവിനോട് ഒരു ശുക്ർ കാണിക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? അവരാ പുതപ്പെടുത്ത് കരഞ്ഞു. റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അല്ലേ? ഒരു സോഫ്റ്റായ റൊട്ടി കിട്ടിയിട്ടില്ല. നമ്മൾ എത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കിയത്, എത്ര ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു നന്ദി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നുണ്ടോ? അപ്പൊ നമ്മൾ സുഖലോലുപതയിലാണ് ജീവിക്കുന്നത്. നല്ല ശീതീകരിച്ച ബെഡ്റൂമാണ്, നല്ല സൗകര്യമുള്ള വാഹനമാണ്, നല്ല സൗകര്യമുള്ള വീടാണ്. പ്രിയപ്പെട്ടവരെ, ഖബറുണ്ടല്ലോ, നമ്മള് 15 ബെഡ്റൂമിലൊക്കെയാണ് നമ്മൾ കിടക്കുക. നല്ല വിശാലമായ ഒരു കട്ടിൽ, നല്ല സോഫ ഇടാനുള്ള സ്ഥലം വേണം, വലിയ അലമാര വെക്കാനുള്ള സ്ഥലം വേണം. കുട്ടി കെട്ടാൽ ഈ കട്ടിലും അലമാരയിലും സോഫയിലും തട്ടാത്ത വിധത്തിൽ അതൊക്കെ അറബി സംവിധാനിക്കാനുള്ള സംവിധാനവും സ്ഥലവും വേണം, സ്പേസ് വേണം, ഒക്കെ ഒരു ബെഡ്റൂമിൽ വേണം. ശരിയാ. എന്നിട്ട് നമ്മൾ ഖബറിലെ കുറിച്ച് ആലോചിച്ചോ? പള്ളിയുടെ ഖബർസ്ഥാൻ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ കാണില്ലേ? വിശാലമായ സ്ഥലല്ലേ? എന്നിട്ട് ഒരു മനുഷ്യന് കൊടുക്കുന്ന സ്ഥലം എത്രയാണ്? എത്ര ചെറുതാണ്. ഞാൻ എന്റെ ശീതീകരിച്ച 14 ബെഡ്റൂമിൽ നിന്ന് 15 ബെഡ്റൂമിൽ നിന്ന് ഇതാ ഇവിടുത്തെ ഖബർസ്ഥാനിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ ഒന്നും മലന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത 6 അടി മണ്ണിലേക്ക് എന്നെ കൊണ്ടുപോയി വെക്കുമെന്ന ബോധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ കണ്ട കാഴ്ചകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. ഖബറിൽ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ 2 ചെവിയില്ലേ, ഇതിന്റെ ഇടയിൽ ബാക്ക് ഭാഗത്ത് ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ഉത്തരം കിട്ടാതെ അവൻ പറയുന്ന ഒരു അട്ടഹാസമുണ്ട്. എന്ന് പറയുമ്പോ ഈ 2 ചെവികൾക്കിടയിൽ ഒറ്റ അടിയായിരിക്കുന്ന ആ അടി കൊള്ളുമ്പോ മനുഷ്യൻ ഖബറിന്റെ മണ്ണിലേക്ക് അങ്ങ് ചേരുന്ന ഹദീസിൽ പ്രയോഗിച്ച നമ്മൾ ആ ഖബറിന്റെ അടുത്ത് ഖബറിൽ വെച്ച് മണ്ണ് മൂടുകല്ല് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി തിരിച്ചു പോരുമ്പോ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാർ അവിടെ മലക്കുകൾ വരുന്ന, എന്നിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തുന്നാണ്. റൂഹ് മടക്കി കൊടുക്കുന്ന. എന്നിട്ട് ചോദ്യം വരും. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കും ഇവിടെ അടിക്കും, അതിലേക്ക് അങ്ങോട്ട് ഒട്ടിപ്പോവും, ചേർന്ന് പോകും. രണ്ടാമതും എണീപ്പിക്കും. അടുത്ത ചോദ്യം ചോദിക്കും, മാ ദീനുക്. അപ്പോഴും കിട്ടും അടി.
ഇതൊക്കെ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാ അല്ലേ? ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മൾ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലൊന്ന് പോയി ഖബറിലേക്ക് ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവർ, എത്ര ഇടുക്കമുള്ളതാണത്. ഒരു സഹാബിയുടെ ചരിത്രത്തിന്റെ ശകലം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടില്ലേ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ കേട്ടില്ലേ? ആ ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത 70,000 മലക്കുകൾ അല്ല പ്രത്യേകം പറഞ്ഞയച്ചിട്ട് അവിടെ പ്രയോഗിച്ചെന്താ അറിയോ? ആ മലക്കുകൾ ഭൂമി മുമ്പ് ചവിട്ടിയിട്ടില്ല എന്നാ, ഭൂമിയിൽ അവർ വന്നിട്ടില്ല. അങ്ങനെയുള്ള 70,000 മലക്കുകൾ അല്ലാഹു തആല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ ജനാസയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് അത്ര പദവി നൽകിയിട്ട് ആ സഅദ് റളിയല്ലാഹുവിന്റെ ഖബർ പോലും ഞെരുങ്ങിപ്പോയിന അതിൽ നിന്ന് വല്ലവനും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആര് രക്ഷപ്പെടണമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ. അപ്പൊ ഈ ഒരു ഖബറിനെ നമ്മൾ ഓർക്കണം. അല്ല ഇസ്രാ മിഅ്റാജ് പറഞ്ഞിട്ട് നമ്മൾ വിട്ടു പോവല്ല. ഓരോ ആകാശത്തിന്റെ കവാടത്തുനിന്ന് ആരെ കണ്ടു, അതൊന്നും ഇവിടെ പ്രസക്തിയല്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു ഖബർ, ഈ ഒരു നരകം, ഈ ഒരു സ്വർഗം, ഇത് ഉറപ്പാണ്. ഈ ഖബറിൽ ചെന്ന് കിടക്കേണ്ടവരാ നമ്മൾ. ഖബർ കിട്ടാത്തൊരു മരണമാണ് നമുക്കുണ്ടാകുന്നത് എങ്കിലും ബർസഖ് നമുക്കുണ്ട്. ഫ്ലൈറ്റിൽ അപകടത്തിൽപ്പെട്ടവരെ ചിലപ്പോൾ ബോഡി കിട്ടിയിട്ടുണ്ടാവില്ല, അവനും ബർസഖുണ്ട്. ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ ബർസഖിൽ ഞാനും ചെല്ലേണ്ടവനാണ്. ആ ബർസഖ് എന്റെ ബർസഖ് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കണം. വിശാലമായ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചത് പ്രിയപ്പെട്ടവരെ ധാരാളമായി മഗ്ഫിറത്ത് നടത്തുന്ന, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി ധൃതി കൂട്ടണമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ഞാൻ വിശദീകരിക്കണില്ല. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി ധൃതി കൂട്ടുക, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി ധൃതി കൂട്ടുക. ആ ഒരു ധൃതി നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവസാനത്തെ 10ന്റെ 27ാമത്തെ രാവിലാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. കരഞ്ഞ് പറയാ അള്ളാഹിനോട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കരഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ വിഷയങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് എണീറ്റ് പോവല്ല. ഇവിടെ ഇരുന്ന് ഒറ്റക്കൊറ്റക്ക് ഇരുന്ന് അള്ളാഹിനോട് പറയുക. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. ഏതായാലും നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് നടത്തിയിരുന്ന ക്ലാസ്സിൻ്റെ തുടർച്ച എന്നോണം നമുക്ക് ക്ലാസ് വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. വിഷയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്, ഓരോ ടോപ്പിക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കണമെന്ന് ഏതായാലും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന് അനുഗ്രഹമുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളെ, സംസാരങ്ങളെ കൊണ്ടുപോകാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരമാവധി അള്ളാഹുവിൻ്റെ യുവാക്കളോടെ പറയാം. ഇപ്പം നിങ്ങൾ കച്ചവടക്കാരാണ്, ചിലപ്പോൾ ബിസിനസ്സുകാരാണ്, റിയൽ എസ്റ്റേറ്റുകാരാണ്, ഹലാലായതൊക്കെ ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം ഈ പള്ളിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള് ഏപ്രിൽ 10-ാം തീയതി വ്യാഴാഴ്ച കേട്ടോ തുടക്കം കുറിക്കുകയാണ്. നേതൃത്വം ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ സഹോദരൻ സഫ്വാൻ ബറാമി അൽ ഹിക്കമി നടത്തും. അതിന് നേതൃത്വം തരും. 1 മണിക്കൂർ, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരം വരെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും വ്യാഴാഴ്ച ദിവസം മഗ്‌രിബ് മുതൽ ഇശാ വരെ ബറാമി പള്ളിക്ക് പോവാം. ഒരു ഖുർആന്റെ 4 ആയത്ത് 3 ആയത്ത് കേൾക്കാം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ആശയം മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ധന്യമായ രംഗം. അതുപോലും നമുക്ക് സമയമില്ലാതെ നമ്മൾ സുഹൃത്തുക്കളെ ഇങ്ങനെ ഈ ഓട്ടത്തിനിടയിൽ മരിച്ചാൽ, എത്ര സുഹൃത്തുക്കളാണ് മരിച്ചത്? ഇപ്പോൾ എത്ര സുഹൃത്തുക്കളാണ്. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയുന്നൊരു വാക്കാണ് കേട്ടോ. ഇന്ന് 800 കോടിയിലധികം മനുഷ്യരാണ് ലോകത്തുള്ളത്. 800 കോടിയിലധികം മനുഷ്യർ ലോകത്തുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും പറയാറുണ്ട്, ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കൂട്ടി നോക്കി, നിങ്ങളെ മൊബൈൽ എടുത്തിട്ട് ഒരു ദിവസം എത്ര ആൾ മരിക്കുന്നുണ്ട്? ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുന്നുണ്ട്. അപ്പോ ഒരു മിനിറ്റിൽ എത്ര ആൾ മരിക്കും? എത്ര ആൾ മരിക്കും ഒരു മിനിറ്റിൽ? 180 ആൾ മരിക്കും അല്ലേ? 10 മിനിറ്റിൽ എത്ര ആൾ മരിക്കും? 1800 ആൾ മരിക്കും. നമ്മളെ ക്ലാസ് ഇപ്പോൾ 1 മണിക്കൂറായി. ഈ 1800 ഇൻറ്റു 6 ഇട്ടോക്കി എത്രയായി? 1800 ഇൻറ്റു 6 അപ്പം എത്രയായി? 6 ഇൻറ്റു 1000 6000 ആയില്ലേ? പിന്നെ 6 ഇൻറ്റു 8 എത്ര? 10,000. നോക്കി,
ഇത്തരം മനുഷ്യന്മാര് പിന്നെ ഒരു മണിക്കൂറിൽ അല്ല പിന്നെ മണിക്കൂറുകൾ കൊണ്ട് മരിച്ചു വീഴാണ്. അപ്പൊ 24 മണിക്കൂറിൽ എത്ര ആൾ മരിക്കുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു, എത്ര ആളുകൾ ലോകത്ത് മരിച്ചു കഴിഞ്ഞു? നമ്മൾ അള്ളാഹു ഇപ്പോഴും ഇതുപോലെ നിലനിർത്തിയില്ലേ? ഇവിടെ നമ്മളെ കൂട്ടത്തിൽ ആരും ഇപ്പൊ മരിച്ചിട്ടില്ല. എത്രയോ മരണങ്ങൾ ലോകത്ത് നടക്കുന്നില്ല, ജനനം നടക്കുന്നുണ്ട്. അപ്പൊ മരണം അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അതൊന്ന് പിന്നെ മൊബൈൽ അതിന്റെ ആപ്പ് ഒന്ന് എടുത്തു നോക്കി. മനുഷ്യരുടെ ഇവിടുത്തെ ജനസംഖ്യ കണക്ക് പെട്ടെന്നാണ് മറിയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വിട്ട് പോകാനാണ് നമ്മൾ. ഉൾപ്പെടുത്തുമാറാകട്ടെ. ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ ഈ രാത്രിയിൽ അള്ളാഹുവേ, നിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന് ഈ ഭവനത്തിന്റെ പിന്നിൽ ഇതിന്റെ ആദ്യ കാലഘട്ടത്തിലും ഇപ്പോഴുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഈ പള്ളിയിൽ നിന്റെ ഭവനത്തിൽ വന്നിരുന്ന് ഒരു വിഷയത്തിലെ ചെറിയ വശങ്ങൾ കേട്ട് മടങ്ങുന്ന ഞങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ, അള്ളാഹുവേ, ഞങ്ങൾക്കതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ ഞങ്ങൾ ശീതീകരിച്ച ഈ പള്ളിയിലിരുന്ന് നിന്റെ ദീന് കേൾക്കുമ്പോൾ ടാർപോളിന്റെ ചുവട്ടിലിരുന്ന് അള്ളാഹുവേ, കുട്ടികൾ വിളിച്ചു പറയുന്നത് കേട്ടു. ശരിയാണോന്നറിയില്ല. ഞങ്ങൾ ആരും ഉപയോഗിക്കാതെ ഭക്ഷണം കഴിക്കാൻ ഏതാലുമില്ല, ഈ വെള്ളമെങ്കിലും ഒന്ന് സ്വസ്ഥമായി കുടിച്ച് ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ എന്ന് പറയുന്ന കുട്ടികളുടെ വീഡിയോ കണ്ടു. ഭക്ഷണം ഞങ്ങളുടെ കയ്യിലില്ല, എന്നാൽ ഈ വെള്ളമെങ്കിലും ഒന്ന് മര്യാദക്ക് സ്വസ്ഥമായി കുടിച്ച് നോമ്പ് തുറക്കാൻ സമ്മതിക്കൂ മനുഷ്യരെ, ഞങ്ങളുടെ മേൽ ബോംബെറിയല്ലേ എന്ന് പറയുന്ന കുട്ടികളെ റമദാനിൽ കണ്ടു. അല്ലേ? നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അഭയം നൽകുമാറാകട്ടെ. അള്ളാഹു അവിടെ സോദരിമാർക്ക് അള്ളാഹു ആശ്രയവും അഭയവും നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ഇസ്രാ മെഅറാജിന്റെ ഇതിൽ വരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ റബ്ബ് പരിശുദ്ധമാക്കപ്പെട്ട അല്ലെ ഏറ്റവും നല്ല ലോകത്തിലെ 3 ഭവനങ്ങളിൽ ഒരു ഭവനം സ്ഥിതി ചെയ്യുന്ന ആ പരിശുദ്ധമായ മണ്ണിനെയും പരിസരത്തെയും അള്ളാഹു സുരക്ഷിതമാക്കി നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ വാഗ്ദാനങ്ങൾ ലോകത്ത് നടപ്പിലാകും, സംശയമില്ല. അള്ളാഹുവേ, ഇത് കാണാനുള്ള, ഇത് കേൾക്കുവാനുള്ള മനസ്സിൽ വേദനിച്ചു പോവുകയാണ്. പാവപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളികൾ എത്ര മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാട്ടാളന്മാർക്ക്, ക്രൂരന്മാർക്ക് അള്ളാഹുവേ, നീ പാഠം നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാർ, ജ്യേഷ്ഠാനികന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, അവിടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളെയും അള്ളാഹുവെ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ നാളെ നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ലോകത്തിന്റെ എവിടെ വെച്ചാണ് മരിക്കുക എന്നറിയില്ല, അത് നിന്റെ പക്കലുള്ള കാര്യമാണ് റബ്ബേ. എവിടെ വെച്ചാണ് മരിക്കുന്നതെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. യുവാക്കളെ, ഞാൻ വീണ്ടും പറയാണ്, ഈ പള്ളിയിൽ വ്യാഴാഴ്ച ദിവസം 1 മണിക്കൂർ നിങ്ങളെ വിളിക്കുമ്പോൾ തട്ടിക്കളയരുത്. നിങ്ങൾ വരണം. പരിസരത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട് എന്നറിയുമ്പോൾ നിങ്ങളത് സ്വീകരിക്കണം. ഇതൊക്കെ നമുക്ക് ബാക്കിയാവുള്ളൂ. ഈ റമദാനിൽ പരിശുദ്ധ ഖുർആനുമായി നമുക്ക് എത്ര ബന്ധമുണ്ടായി എന്ന് നമ്മൾ ഓർക്കണം. ഹദീസുകളുമായി നമുക്ക് എത്ര ബന്ധമുണ്ട്. ഖുർആനിന്റെ അർത്ഥം, നിങ്ങളിൽ ഇപ്പോൾ എത്രയോ യുവാക്കളാണ് നന്നായിട്ട് കച്ചവടം ചെയ്യുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും കന്നഡയും ഒക്കെ സംസാരിക്കുന്നവരുണ്ടാവും. ഖുർആനിന്റെ ജീവിതത്തിൽ ഒരു തവണ പോലും ഖുർആന്റെ പരിഭാഷ അർത്ഥസഹിതം വായിക്കാത്തവരാണ് നമ്മളെങ്കിൽ നമ്മൾ എന്ത് നേടി എന്ന് നമ്മൾ ചിന്തിക്കണം. ലഹരി ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ തൊട്ടു പോകുന്നുണ്ടെങ്കിൽ മാരകമായ ഏറ്റവും വലിയ ചതിയിലേക്കും വഞ്ചനയിലേക്കുമാണ് അവർ പോകുന്നത്. അല്ലെ? ഒരു മനുഷ്യന്റെ സംസാരം ഞാൻ കേട്ടു. എന്താ പറഞ്ഞറിയോ? മുസ്ലിം അല്ലാത്ത ഒരാള് എന്ത് ലഹരി, കള്ള് അതത്ര വലിയ പ്രശ്നമല്ല. കാരണം എന്താ? അത് വ്യഭിചാരം പോലെ, കൊലപാതകം പോലെ ഉള്ളൊരു പ്രശ്നമൊന്നുമല്ലല്ലോ. വേറെ ആർക്കും ഉപദ്രവമില്ലല്ലോ. കൊലപാതകം പ്രശ്നമാണ്, വ്യഭിചാരം മറ്റൊരാളെ ചിലപ്പോൾ ദ്രോഹിക്കലാകും, ചതിക്കലാകും. പക്ഷെ ലഹരി അത് പ്രശ്നമല്ലല്ലോ എന്ന് മുസ്ലിം അല്ലാത്ത ഒരാൾ പറയുന്നത് കേട്ടോ. എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഉമ്മുൽ
സ്വാഭാവികമായിട്ട് കൊലപാതകത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവർ, അള്ളാഹുവെ വീണ്ടും ചോദിക്കുന്നു റബ്ബേ,